ഹായ് ഫ്രണ്ട്സ്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബാച്ചിലേഴ്സ് പിള്ളേർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന, പിന്നെ വലിയ വിലയുമില്ല ഇതിന്, അച്ചിങ്ങ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇത് വലിയ വിലയൊന്നും ഇല്ലാത്ത സാധനമുണ്ടോ. ഇതൊരു 450 ഗ്രാമുണ്ട്. ഞാൻ മാർക്കറ്റിൽ നിന്ന് ഈ കെട്ടി വെക്കുന്നില്ലേ, അതാണ് ഇത് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. എൻ്റെ ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്കൊരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിനകത്തേക്ക് ഞാൻ ഒരു ചെറിയ തുടം വെളുത്തുള്ളിയാണ്. അത് മുഴുവൻ എടുത്തിട്ട്, ചെറുതാണ്, ഒരു 10-20 ഉണ്ടാവും. അത് ഞാൻ 2-3 ഒക്കെ ആക്കി കീറിയതാണ്. അതിനകത്തേക്ക് ഇടുവാണേ. ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ഇച്ചിരി നിറം മറിയാൻ മതി കേട്ടോ. അതിന് നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ അതിൻ്റെ നല്ലൊരു സ്മെല്ല്, നല്ലൊരു വാടിയ സ്മെല്ലില്ലേ, അത് വരുമ്പോൾ നമുക്കൊരു 5 പറ്റൽ മുളകാണേ. അത് ഇതുപോലെ നുറുക്കിയിട്ട് അത് ഇതിനകത്തേക്ക് ഇടാം. അതൊന്ന് നന്നായിട്ട് വാടിക്കഴിഞ്ഞപ്പോൾ ഒരു കൈ വേപ്പില കേട്ടോ. അപ്പം ഞാൻ ഈ അച്ചിങ്ങക്കകത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് ഇടുന്നതിന് മുന്നേ തന്നെ ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞളുണ്ട് കേട്ടോ. അതിനകത്തേക്ക് ഇടുവാണേ. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഇടുവാണേ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പാനിലേക്ക് ഇടാം. അപ്പോൾ അച്ചിങ്ങ ഞാൻ നന്നായിട്ടൊന്ന് ഉപ്പും മഞ്ഞളിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ആകുമ്പോൾ പെട്ടെന്ന് അത് റെഡി ആയിക്കോളും. ഇല്ലെങ്കിൽ ഉപ്പ് ചിലപ്പോൾ അവിടെയൊക്കെ പിടിച്ചില്ലെങ്കിലോ ചിലപ്പോൾ കൂടിപ്പോയെങ്കിലോ. അപ്പോൾ ഇതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. ഇനി നമുക്ക് ഇത് ഏകദേശം വാടിയിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് ഇത് ഇടാൻ പോവുകയാണേ. അതായത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്കൊരു 1/2 ടീസ്പൂൺ ഡാർക്ക് സോയാ സോസ്. അത് ലൈറ്റ് ആണെങ്കിൽ 1 ടീസ്പൂൺ. ഇതിപ്പോൾ ഡാർക്ക് സോയാ സോസാണ്. ലൈറ്റിൻ്റെ ഇതിൻ്റെ തീർന്നു പോയേ. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് എല്ലാം കൂടി കുഴച്ച് വെച്ചിട്ട് ഞാനിപ്പോൾ ഇതൊന്ന് മൂടി വെക്കുക കേട്ടോ. തുറന്ന് നോക്കിയതാണ് കേട്ടോ. നോക്കിയിട്ടാണ് ഞാനിത് ഇളക്കി പരുവത്തിലാക്കി വെച്ചത്. മൊത്തം ഒരു 10 മിനിറ്റ് കേട്ടോ. ഇത് ഓക്കെയാണ്. ഞാനിതൊന്ന് ഇറക്കി വെക്കട്ടെ. ഇത് ഞാൻ അച്ചിങ്ങയുടെ തോരൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നത് റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു ഡിഷിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ പച്ചക്കളർ തന്നെ വരണം എന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല. ഞാൻ മിനിയാന്ന് ഉണ്ടാക്കിയപ്പോൾ പച്ചമുളക് ഇട്ടത്. അപ്പോൾ ഞാനിന്ന് അത് ചുവന്ന മുളകിലേക്ക് മാറ്റി. പച്ചക്കളർ ഇട്ടാലും മൊത്തത്തിൽ പച്ചക്കളറായിരിക്കും. മഞ്ഞൾ ഇത്തിരി കൂടി കൂടുതലിട്ടാൽ നല്ല കളറായിരിക്കുള്ളൂ. ഓക്കെ, അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.